പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലെൻഡ് 50 ദ ജേർണി യാത്രയുടെ 10ാം ദിനത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ധനികനായ പോഷനെക്കുറിച്ചുള്ള ഉപമയാണ് നാം ചിന്തിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 12ാം അധ്യായം 13 മുതൽ 21 വരെ. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊച്ചു ചിന്ത. ഒരാൾ കടൽ തീരത്ത് നിന്നൊരു കുപ്പിയിൽ നിറയെ വിലപിടിപ്പുള്ള മുത്തുകൾ ശേഖരിക്കുകയായിരുന്നു. കുപ്പി നിറഞ്ഞപ്പോൾ അയാൾ അത് അടച്ചു സൂക്ഷിച്ചു. പെട്ടെന്നൊരു വലിയ തിരമാല വന്ന് അയാളെ കടലിലേക്ക് വലിച്ചു. കടലിൽ മുങ്ങി താഴുമ്പോഴും അയാൾ ആ മുത്തുകുപ്പി വിടാതെ മുറുകെ പിടിച്ചിരുന്നു. പക്ഷേ നീന്തി രക്ഷപ്പെടാൻ ആ കുപ്പി അയാൾക്ക് തടസ്സമായിരുന്നു. ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ ആ കുപ്പി ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലും ചില സമ്പാദ്യങ്ങൾ മുറുകെ പിടിക്കുമ്പം അവൻ നമ്മെ രക്ഷിക്കുകയല്ല, മറിച്ച് മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കാറില്ല. ഈ വചനത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, എൻ്റേതെന്ന ചിന്ത, ദി ഐ പ്രോബ്ലം. ഈ ധനികന്റെ സംസാരത്തിലുടനീളം എൻ്റെ വിളവ്, എൻ്റെ കളപ്പുര, എൻ്റെ സമ്പത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചോ കൂടെയുള്ളവരെക്കുറിച്ചോ അവൻ ചിന്തിക്കുന്നില്ല. എല്ലാം താൻ ഉണ്ടാക്കിയതാണെന്നുള്ള അഹങ്കാരം അവനെ പോഷനാക്കി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യവും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർക്കാം. ഞാൻ എന്ന അഹങ്കാരം മാറ്റി ദൈവമേ നന്ദി എന്ന് പറയാൻ ശീലിക്കാം. രണ്ടാമത്തെ കാര്യം, ആത്മാവിനോടുള്ള ചതി. ഇഗ്നോറിങ് ദ സോൾ. ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ആത്മാവിന് വേണ്ടത് അപ്പമല്ല, ദൈവവചനമാണ്. ഭൗതിക സുഖങ്ങൾ കൊണ്ട് ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. ഈ നോമ്പുകാലത്ത് ശരീരത്തിന് ഇഷ്ടമുള്ള ഭക്ഷണവും സൗകര്യങ്ങളും മാത്രം നോക്കാതെ മനസ്സിന് ശാന്തി കിട്ടുന്ന വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും അല്പം സമയം നൽകാം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൽ സമ്പന്നനാകാം. റിച്ച് ടുവേർഡ് ഗോഡ്. ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ശേഖരിച്ചതൊക്കെ ആരുടേതാകും. നമ്മൾ ദൈവത്തിന് മുമ്പിൽ സമ്പന്നരാകുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ്. ബാങ്ക് ബാലൻസിനേക്കാൾ പ്രധാനം നമ്മൾ ചെയ്ത കാരുണ്യ പ്രവർത്തികളാണ്. ഇന്ന് ഒരാളോടെങ്കിലും അല്പം ദയ കാണിക്കാം. പണമില്ലെങ്കിലും ഒരു പുഞ്ചിരിയോ ഒരു നല്ല വാക്കോ നൽകാം. അതാണ് ദൈവത്തിൻ്റെ മുമ്പിലെ നമ്മുടെ സമ്പാദ്യം. ഒന്നാമത്തെ കാര്യം, അഹങ്കാരം വെടിയാം, ഹംബിൾ യുവർ സെൽഫ്. രണ്ടാമത്തെ കാര്യം, ആത്മാവിനെ കരുതാം, ഫീഡ് യുവർ സോൾ. മൂന്നാമത്തെ കാര്യം, നന്മ ചെയ്യാം, ബി റിച്ച് ഇൻ മേഴ്സി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.